വേറെ ഒരു പണി ഇല്ലാഞ്ഞിട്ടാണോ ഇവളീ വരച്ച് കൂട്ടുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് ഞങ്ങളുടെ കൈകൊട്ടിക്കളി നടക്കുന്ന ദിവസമാണ്. നമ്മുടെ അമ്പലത്തിൽ പൂരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീമിൻ്റെ കൈകൊട്ടിക്കളി ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൈലാഞ്ചിയിടലൊക്കെ കഴിഞ്ഞ് നേരെ മേക്കപ്പ് ഇടാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ അപ്സരക്കുട്ടീനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ നമ്മളെ കൂടെ കളിക്കുന്നുണ്ട്. നമ്മൾ സെൻറ്ററിൽ അവളെ നിർത്തിക്കൊണ്ടാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ മുടിയൊക്കെ വെച്ച് സാരിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാച്ചാണ് തേച്ചുണ്ടാക്കിയ കാർക്കൂന്നലൊന്നും അല്ല കേട്ടോ, അസല് തിരുപ്പനാണ് ഈ വെച്ച് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് നല്ല മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോഴേക്കും ഞങ്ങൾ ആകെ ടെൻഷനായി. കാരണം സ്റ്റേജ് പുറത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഊട്ടുപുരയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അവന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മുഖത്തുണ്ടായിരുന്നു കേട്ടോ. എന്നാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ കയറി. അങ്ങനെ നമ്മുടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 പേരോ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കളിക്കാനുള്ള ചെറിയൊരു വൈക്ലബ്ബൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ചില പാളിച്ചകളൊക്കെ പറ്റിയെന്ന് വേണം പറയാൻ. എന്നാലും തളരരുത് രാമൻകുട്ടി എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് ചുവട് വെച്ചു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മളെക്കാൾ കൂടുതൽ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മക്കളായിരുന്നു കേട്ടോ. അവരൊരു സ്റ്റെപ്പ് പോലും ഇടാതെ എല്ലാ സ്റ്റെപ്പും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുറേ പാളിച്ചകൾ സംഭവിച്ചതും ഞങ്ങൾ മറന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ കേട്ടോ. തീരെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ കഴിയുന്നത്. എന്നാലും അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം തീരാറായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുവിധം തട്ടിക്കൂട്ടി എല്ലാം അങ്ങോട്ട് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുകൾ അടുത്തിരിക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കി നമുക്ക് സ്റ്റേജും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മളെല്ലാം ഒപ്പിച്ച് നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.